Hi, hello, welcome to once. In this session, we will manufacturing process module 2, KTU question paper session module 2 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഓൾറെഡി ജനറൽ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം, ഞാൻ പിന്നെയും റിപ്പീറ്റ് അടിക്കാനില്ല. സോ നേരെ നമ്മൾ ആ മോഡ്യൂൾ 2യുടെ സിലബസ് നോക്കിയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. മോഡ്യൂൾ 2 എന്ന് പറഞ്ഞാൽ മെയിൻലി വെൽഡിംഗ് ആണ് അല്ലേ. വെൽഡിംഗ് എന്ന് പറഞ്ഞ ടെക്നിക്ക് എന്താണ്? വെൽഡിംഗ് പല ടൈപ്പ് വെൽഡിംഗ് ടെക്നിക്സ്, ഒരുപാട് ടൈപ്പ് വെൽഡിംഗ് ടെക്നിക്സ് ഉണ്ട്. ഗ്യാസ് വെൽഡിംഗ് ആവട്ടെ, ആർക്ക് വെൽഡിംഗ് ആവട്ടെ, സ്പെഷ്യൽ വെൽഡിംഗ് ടെക്നിക്സ്, തെർമിറ്റ്, ഒരുപാട് വെൽഡിംഗ് ടെക്നിക്സ് ഉണ്ട്. അതിനെക്കുറിച്ചുള്ള പഠനമാണ് മോഡ്യൂൾ 2. റെസിസ്റ്റൻസ് വെൽഡിങ്, ഒരുപാട് കേസുകളുണ്ട്. അപ്പോൾ വെൽഡിംഗ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ഡീൽ ചെയ്യാൻ നേരത്ത് നമ്മൾ ഗ്യാസ് വെൽഡിംഗ് പഠിക്കണമെങ്കിൽ ഓസിയാച്ചിലിംഗ് ഗ്യാസ് വെൽഡിംഗ്, അതേപോലെ തന്നെ ആർക്ക് വെൽഡിംഗ് പഠിക്കുമ്പോൾ അതിൻ്റെ സബ് ക്ലാസിഫിക്കേഷനായിട്ട് പല ഷീൽഡഡ് മെറ്റൽ ആർക്ക് വെൽഡിങ്, ടിഗ്, മിഗ്, അങ്ങനെ കുറേ കേസ് ഉണ്ടാകും. റെസിസ്റ്റൻസ് വെൽഡിംഗ് പഠിക്കാൻ നേരത്തെ റെസിസ്റ്റൻസിൻ്റെ സ്പോട്ട് വെൽഡിംഗ്, സീം വെൽഡിംഗ്, ഇങ്ങനെ കുറേ കാറ്റഗറീസ്. ഫ്യൂഷൻ വെൽഡിംഗ് ഉണ്ടാവും, തെർമിറ്റ് വെൽഡിങ്, സ്പെഷ്യൽ വെൽഡിംഗ് ടെക്നിക്സ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ഫിഗേഴ്സൊക്കെ വന്നൊരു ചാപ്റ്ററാണ് മോഡ്യൂൾ 2. അപ്പോൾ ഫിഗേഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ ഫിഗേഴ്സ് മസ്റ്റാണ്. എല്ലാത്തിൻ്റെ ഫിഗേഴ്സ് അറിഞ്ഞിരിക്കുക, വരക്കുക, ചോദ്യം വന്നു കഴിഞ്ഞാൽ മസ്റ്റായിട്ട് വരക്കുക. ഓക്കെ, അപ്പോൾ നേരെ നമുക്ക് എന്താ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. അപ്പോൾ പാർട്ട് എയിൽ വന്നേക്കുന്ന 2 ക്വസ്റ്റ്യൻ ആണെന്ത്? എക്സ്പ്ലെയിൻ എനി 2 ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റ് പെർഫോംഡ് ഓൺ വെൽഡഡ് ജോയിൻസും വാട്ട് ഈസ് ഷീൽഡഡ് മെറ്റീരിയൽ ആർക്ക് വെൽഡിംഗ്. 2 ക്വസ്റ്റ്യൻ ആണ്, 3 മാർക്ക് വെച്ചുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ആദ്യത്തെ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റ് ആണ് ചോദിച്ചേക്കുന്നത്. ഒരുപാട് ഡിസ്ട്രക്റ്റീവ് ടെക്നിക്സ് ഉണ്ട്. എക്സ്പ്ലോസീവ് ടെക്നിക്ക്, ഇമ്പാക്ട് ടെസ്റ്റ്, ടെൻസൈൽ ബെൻഡ് ടെസ്റ്റ്, ബെൻഡിങ് ടെസ്റ്റ്, അങ്ങനെ ഒരുപാട് ടെക്നിക്ക് ഉണ്ട്. ആസിഡ് ടെസ്റ്റ്, ഏതെങ്കിലും ഒരു 2 അല്ലേ, 2 ചോദിച്ചേക്കുന്നത്. എന്നാലും ഞാൻ ഒരു 3 ടെസ്റ്റുകൾ പറയാം. അതിൽ ഫസ്റ്റ് വണ്ണാണ് എന്ത്? ആസിഡ് ഇച്ച് ടെസ്റ്റ്. ആസിഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, നമുക്കൊരു വർക്ക് പീസ് ഉണ്ടെങ്കിൽ അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യും? ആസിഡ് പോർ ചെയ്യും. എന്നിട്ട് അതിൻ്റെ എങ്ങനെയാണ്, ഏതൊക്കെയാണ് മെൽറ്റ് ആവണത് അല്ലേ, അതിൻ്റെ അസർട്ടൻസീസ് ഒക്കെ നോക്കാൻ വേണ്ടിയാണ്. ഓക്കെ, അപ്പോൾ ദിസ് ഫിസിക്കൽ വെൽഡ് ടെസ്റ്റിംഗ് ഈസ് എംപ്ലോയ്ഡ് ടു അസർട്ടൻ ദി സൗണ്ട്നെസ് ഓഫ് വെൽഡ് ആണ്. അപ്പോൾ ആ ഒരു കറസ്പോണ്ടിങ് വെൽഡിലേക്ക് നമ്മൾ എന്താ ആസിഡ് ഒഴിക്കും. എന്നിട്ട് കണ്ടീഷൻ ഓഫ് ഡിഫക്റ്റ് കാര്യങ്ങളൊക്കെ നോക്കും. അപ്പോൾ നമ്മുടെ നോർമൽ കണ്ണിൽ കാണാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ആ ആസിഡ് ചെല്ലുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഇംപെർഫെക്ഷൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതായിട്ട് റിയാക്ട് ചെയ്തിട്ട് നമുക്ക് എന്താ അറിയാൻ പറ്റും. അതാണ് എന്ത്? ആസിഡ് ഇച്ച് ടെസ്റ്റ് എന്ന് പറയണം. രണ്ടാമത്തെയാണ് എന്ത്? ഗൈഡഡ് ബെൻഡ് ടെസ്റ്റ്. ഈ ഒരു ഫിഗറിൽ നിങ്ങൾക്ക് കാണാം. അത് നമ്മുടെ വർക്ക് പീസിന് എന്ത് ചെയ്യും? ലോഡ് കൊടുത്ത് ബെൻഡ് ചെയ്യും. അപ്പോൾ അത് എന്തുമാത്രം ബെൻഡ് ആവും, അതിൻ്റെ ഡിഗ്രി ഓഫ് എത്ര വരെയും വിത്ത് സ്റ്റാൻഡ് ചെയ്യുന്നുണ്ട്, ആ വെൽഡ് എന്തുമാത്രം സ്റ്റാൻഡ് ചെയ്യുന്നത് അല്ലേ, നമ്മൾ ആ വെൽഡിൻ്റെ സ്ട്രെങ്ത്താണ് നോക്കുന്നത്. അത് എന്തുമാത്രം ലോഡ് വിത്ത് സ്റ്റാൻഡ് ചെയ്യേണ്ടത്, അതിൻ്റെ ഒരു ബെൻഡിങ് ടെസ്റ്റ് പെർഫോം ചെയ്യണതാണ് എന്ത്? ഗൈഡഡ് ബെൻഡ് ടെസ്റ്റ്. യൂസ് ടു ഡിറ്റർമൈൻ ദി ക്വാളിറ്റി ഓഫ് വെൽഡ് മെറ്റൽ അറ്റ് എ റൂട്ട് ആൻഡ് ഫേസ് ഓഫ് വെൽഡഡ് ജോയിൻറ്റ്. അതിന് വേണ്ടി യൂസ് ചെയ്യണം. അപ്പോൾ ഒരു കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഹൈഡ്രോളിക് ജാക്ക് പ്ലഞ്ചർ ഉണ്ടാവും. ഫോഴ്സ് ചെയ്യും ആ സ്പെസിമെനിലേക്ക്, നിങ്ങൾക്ക് ഇവിടെ കാണാം. അപ്പോൾ ആ ഒരു ഡൈ ഉണ്ട്, കറസ്പോണ്ടിങ് ഷേപ്പിലേക്ക് ഇത് എന്താ വരും. അപ്പോൾ അതിൻ്റെ ലോഡ് ബേസ് ചെയ്തിട്ട് അത് പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോണെങ്കിൽ എന്താ ഓവറായിട്ട് വിത്ത് സ്റ്റാൻഡ് ചെയ്യാത്ത നല്ല ലോഡ് വിത്ത് സ്റ്റാൻഡ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി നമുക്ക് മനസ്സിലാവും അല്ലേ. ഇപ്പോൾ നമ്മളൊരു 100 വെൽഡ് ചെയ്യാൻ നേരത്തെ അതിൽ ഒന്ന് എടുത്തിട്ടായിരിക്കും എന്ത് ഈ ഒരു ടെക്നിക്ക് വേണം. അല്ലാണ്ട് എല്ലാ 100 ചെയ്തിട്ട് പൊട്ടിച്ച് നോക്കാനില്ലല്ലോ. അതിൽ 1 2 എടുത്ത് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുക എന്താണ് ആ ഒരു വെൽഡിൻ്റെ സ്ട്രെങ്ത്ത്, ക്വാളിറ്റിയൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി. അതാണ് ഗൈഡഡ് ബെൻഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്. മൂന്നാമത്തേണ് എന്ത്? ടെൻസൈൽ സ്ട്രെങ്ത്. ഇത് നിങ്ങൾക്കറിയാം, നിങ്ങൾ ഹുക്സിലൊക്കെ വെച്ചിട്ട് നമ്മളൊരു വർക്ക് പീസിന് നമ്മൾ എന്ത് ചെയ്യും? സ്ട്രെസ് കൊടുത്തുമ്പോഴേക്കും അതിന് ഡീഫോർമേഷൻ ഉണ്ടാവും. ഡീഫോം ചെയ്ത് അറ്റ് എ പോയിൻ്റ് അത് ബ്രേക്ക് ചെയ്യും. അപ്പോൾ അത് ആ ഒരു കർവ് ലോഡ് അപ്സ് സ്ട്രെസ് വേഴ്സസ് സ്ട്രെയിൻ ഡയഗ്രാമാണ് കാണിച്ചേക്കുന്നത്. ഇനീഷ്യലി ഇലാസ്റ്റിക് റീജിയൻ, പിന്നെ പ്ലാസ്റ്റിക് ലിമിറ്റ്, ലോഡ് കൊടുത്ത് ഒരു പർട്ടിക്കുലർ പോയിന്റിൽ അത് എന്താ ബ്രേക്ക് ആവും. അപ്പോൾ നമ്മളൊരു വർക്ക് പീസിന് നമ്മൾ വെൽഡ് വെച്ചിട്ട് ജോയിൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എന്തുമാത്രം ലോഡ് വിത്ത് സ്റ്റാൻഡ് ചെയ്യുന്നുണ്ടെന്നുള്ളത് നമുക്ക് എന്താ ടെൻസൈൽ സ്ട്രെങ്ത്തും വെച്ചിട്ട് നോക്കാം. നമ്മൾ എന്ത് ചെയ്യും? വലിച്ച് മറ്റേ പർട്ടിക്കുലർ ലോഡ് അത് എന്താ ബ്രേക്ക് ചെയ്യും. അപ്പോൾ അത് എന്തുമാത്രം വിത്ത് സ്റ്റാൻഡ് ചെയ്യും. അപ്പോൾ ഇത് ഞാൻ 3 എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇതല്ലാണ്ടും ഒരുപാടുണ്ട്. ഏതെങ്കിലും 2 ആൻഡ് മെയിൻലി ഫിഗേഴ്സ് ഉള്ള 2 എക്സ്പ്ലെയിൻ ചെയ്താൽ വെൽ ആൻഡ് ഗുഡ്. ഓക്കെ, 3 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യനാണ് വരുന്നത്. ഇനി രണ്ടാമത് ചോദിച്ച ക്വസ്റ്റ്യനാണ് നമുക്ക് എന്ത്? വാട്ട് ഈസ് ഷീൽഡഡ് മെറ്റൽ ആർക്ക് വെൽഡിങ് അല്ലേ. ആർക്ക് വെൽഡിങ് എന്ന് പറയുമ്പോൾ തന്നെ കോളസൻസ് ജോയിനിങ് ഉണ്ടാകുന്ന ആർക്ക് ഫോം ചെയ്തിട്ടാണ്. അപ്പോൾ അതിൽ വൺ ഓഫ് ദി ടൈപ്പാണ് എന്ത്? ഷീൽഡഡ് മെറ്റൽ ആർക്ക് വെൽഡിങ്, അല്ലെങ്കിൽ എന്താ മാനുവൽ മെറ്റൽ ആർക്ക് വെൽഡിങ് എന്ന് പറയും. ഹീറ്റിംഗ് ഓഫ് വെൽഡിങ് ഈസ് പ്രൊഡ്യൂസ് ത്രൂ ആൻ ഇലക്ട്രിക് ആർക്ക് വഴിയാണ്. ആ ഒരു ഇതിൽ ഷീൽഡഡ് മെറ്റൽ ആർക്ക് എന്ന് പറയാൻ വേണ്ടി ആ ഇലക്ട്രോഡിനെ നമ്മളെന്താ കോട്ട് ചെയ്തിട്ടുണ്ട്. ഇലക്ട്രോഡിനെ നമ്മളെന്താ ഫ്ലെക്സ് വെച്ചിട്ട് എന്താ കോട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മളെന്ത് ഷീൽഡഡ് മെറ്റൽ ആർക്ക് എന്ന് പറയണം. ഇലക്ട്രിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഹീറ്റ് എനർജി. ഇലക്ട്രിക്കൽ എനർജി എന്താ ഹീറ്റ് എനർജിയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ഇത് വർക്ക് ചെയ്യണം. ഈ പ്രോസസ്സിൽ ഹീറ്റ് ഈസ് ജനറേറ്റഡ് ബൈ ആൻ ഇലക്ട്രിക് ആർക്ക്. ഞാൻ പറഞ്ഞു ആർക്കാണ് മെറ്റലും ഇലക്ട്രോഡും തമ്മിൽ ഒരു ആർക്ക് പ്രൊഡ്യൂസ് ചെയ്തിട്ടാണ് എന്ത് കോളസൻസിൽ ജോയിനിങ് ഉണ്ടാകുന്നത്. ഇലക്ട്രോഡിൻ്റെ മൂവ്മെൻറ്റ് നമ്മൾ മാനുവലി കൺട്രോൾ ചെയ്യണം. ഈ ഒരു സംഭവം നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. നമ്മൾ ഈ ഡ്രസ് വർക്ക് ചെയ്യണ ഒരു ഷീറ്റ് ചെയ്യുന്നവരുടെ ഒരു കമ്പിത്തിരി പോലത്തെ സാധനം വെച്ചിട്ട് അവർ ചെയ്യണ കണ്ടിട്ടുണ്ടാവും. സെയിം സാധനം തന്നെയാണ് എന്ത് ഈ ഇലക്ട്രിക് ആർക്ക് വെൽഡിങ്ങിൽ തന്നെ. ഏതാണ്? ഷീൽഡഡ് മെറ്റൽ ആർക്ക് വെൽഡിങ്. ഓക്കെ,
അപ്പോൾ ദിസ് പ്രോസസ്സിന് എ സിയും ഡി സിയും വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഒരു ഫിഗർ ഞാൻ കാണിച്ചു തരാം. ഇതാണ് കറക്റ്റ് ആ ഒരു കമ്പിത്തിരി പോലത്തെ സാധനം. അതിന് നമ്മൾ ഇലക്ട്രോഡ് എന്ന് പറഞ്ഞാൽ അതിനെ കോട്ട് ചെയ്തിട്ടുണ്ട് ഒരു ഫ്ലെക്സ് ഉണ്ടാവും. അപ്പോൾ ഇത് ഈ ഫ്ലെക്സ് എന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മെൽറ്റായിട്ട് ഇതിൻ്റെ മേളിൽ സ്ലാഗായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യും. വേറെ ഓക്സിഡേഷൻ ഒന്നും വരാണ്ടിരിക്കാൻ വേണ്ടിയാണ്, എയർ ഒന്നും വന്ന് ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയാണ്. ആ ഒരു പ്രോസസ്സ് കഴിഞ്ഞ് കഴിയുമ്പോൾ അവരുടെ കയ്യിൽ ഒരു ചിപ്പിംഗ് ഹാമർ ഉണ്ടാവും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അത് വെച്ച് അവരെന്ത് ചെയ്യും, ആ സ്ലാഗ് അവർ പൊട്ടിച്ച് കളയും. അപ്പോൾ ഇവിടെ നിന്ന് ആർക്കുണ്ടാവും, ഈ ഒരു ഇലക്ട്രോഡ് മെൽറ്റായിട്ട് ഇതിൻ്റെ മേളിൽ ഡെപ്പോസിറ്റ് ആവും. അതിൻ്റെ മേളിൽ ഈ ഫ്ലെക്സ് എന്ന് പറഞ്ഞാൽ എന്താ, സ്ലാഗായിട്ട് ഡെപ്പോസിറ്റ് ആവും. അത് നല്ലൊരു റാപ്പിഡ് കൂളിങ്ങും കാര്യങ്ങളും കൂടി പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞേക്കണം. ഇലക്ട്രോഡും വർക്ക് പീസും നല്ലൊരു നിയർ ഗ്യാപ്പിൽ കൊണ്ടുവരും 3 mm. എന്നിട്ടാണ് അവിടെ ആർക്ക് ഉണ്ടാവുന്നത്, കറണ്ട് പാസ്സാവുന്നു. വർക്ക് പീസ് മെൽറ്റ് ചെയ്യും, ആർക്ക് വരി ഇലക്ട്രോഡും മെൽറ്റ് ആവും. അത് രണ്ടും സിംഗിൾ പീസാവും. അറൗണ്ട് ഒരു 5000 to 6000 degree Celsius ആവും. എന്നിട്ട് കറക്റ്റായിട്ടുള്ള വെൽഡിങ് കിട്ടും. ഓക്കെ, അപ്പോൾ ഒരു 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ഫിഗർ എഴുതുക, മെയിനായിട്ടുള്ള വർക്കിംഗ് കാര്യങ്ങൾ പറയുക, ആ രീതിയിൽ എന്താ നോട്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് 2 ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ടു ഡിസ്ട്രക്റ്റീവ് പ്രോസസ്സും വാട്ട് ഈസ് ഷീൽഡഡ് മെറ്റൽ ആർക്ക് വെൽഡിങ്, എന്താണ് ഷീൽഡഡ് മെറ്റൽ ആർക്ക് വെൽഡിങ്. ഷീൽഡഡ് മെറ്റൽ ആർക്ക് വെൽഡിങ്ങിനെ മാനുവൽ വെൽഡിംഗ് എന്നും പറയാറുണ്ട്, സ്റ്റിക്ക് വെൽഡിംഗ് എന്നും പറയാറുണ്ട്. കാരണം അതൊരു സ്റ്റിക്ക് പോലത്തെ ഇലക്ട്രോഡ് യൂസ് ചെയ്യുന്നതുകൊണ്ട് സ്റ്റിക്ക് വെൽഡിംഗ് എന്ന് നമ്മളെന്താ അതിനെ പറയാറുണ്ട്. ഓക്കെ, ഇനി നമുക്ക് പാർട്ട് ബിയിലെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. പാർട്ട് ബിയിലെ 13th ക്വസ്റ്റ്യൻ, സ്കെച്ച് ആൻഡ് എക്സ്പ്ലെയിൻ ദി ബേസിക് റീജിയൻസ് ഇൻ എ ടിപ്പിക്കൽ ഫ്യൂഷൻ വെൽഡഡ് ജോയിൻസും ഹൗ ഈസ് വെൽഡിംഗ് പെർഫോമിങ് തെർമിറ്റ് വെൽഡിംഗ് പ്രോസസ്സ്. 2 ക്വസ്റ്റ്യൻ ആണുള്ളത്, 8ഉം 6ഉം മാർക്കിൻ്റെയാണ്. അപ്പോൾ ആദ്യത്തെ ഫ്യൂഷൻ വെൽഡഡ് ജോയിൻസ് എന്ന് പറയുന്നത്, ഫ്യൂഷൻ വെൽഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആദ്യമേ അതാണ് പറയേണ്ട. യൂസ് ടു ജോയിൻ 2 or more പീസസ് ഓഫ് മെറ്റൽ ടുഗദർ ടു ക്രിയേറ്റ് എ സിംഗിൾ സോളിഡ് പീസ്. ഒരു സിംഗിൾ സോളിഡ് പീസ് 2 കൂടുതൽ മെറ്റൽസിന് ജോയിൻ ചെയ്യുന്നതിനാണ് ഇത് ഫ്യൂഷൻ വെൽഡിംഗ് എന്ന് പറഞ്ഞാൽ. ഏറ്റവും കൂടുതൽ വൈഡ്ലി യൂസ് ചെയ്യുന്ന ടെക്നിക്സ് ആണ് മാനുഫാക്ചറിങ്ങിൽ, ഓട്ടോമേറ്റീവ് ആവട്ടെ റിപ്പയർ ആപ്ലിക്കേഷൻ ആവട്ടെ. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇവിടെ ഒരു ലേസർ ബീം യൂസ് ചെയ്തിട്ടാണ് വെൽഡിങ് ചെയ്യണം. ബേസ് മെറ്റൽസ് ഉണ്ട്, അതിന് നമ്മളെന്താ വെൽഡ് വെച്ച് ജോയിൻ ചെയ്യുന്നു. ഒരു ഷീൽഡിങ് ഗ്യാസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കറിയാം ഷീൽഡിങ് ഗ്യാസ് പല കേസുകളിൽ നമ്മൾ ഈ ഒരു ഷീൽഡിങ് ഗ്യാസ് ഷീൽഡഡ് മെറ്റൽ ആർക്ക് വെൽഡിംഗ് എന്നൊക്കെ പറഞ്ഞ് SMAWലൊക്കെ ഷീൽഡിങ് ഗ്യാസാണ് യൂസ് ചെയ്യുന്നത്. അല്ലെ ടിഗ് വെൽഡിങ്ങിലൊക്കെ നമ്മൾ ഷീൽഡിങ് ഗ്യാസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഷീൽഡിങ് ഗ്യാസ് യൂസ് ചെയ്തിട്ടാണ് നമ്മളെന്ത് ഇവിടെ ആ ഒരു ഓക്സിഡേഷനൊക്കെ പ്രിവെൻറ്റ് ചെയ്യണം. അപ്പോൾ ഇതാണ് നമ്മളെന്ത് ഫ്യൂഷൻ വെൽഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാനൊരു വെൽഡിംഗ് സീമാണ് ഫോം ചെയ്തേക്കുന്നത്. ഒരു ഹോമോജീനിയസ് സ്ട്രക്ചർ ഉണ്ടാവും. ഓവറോൾ ഹീറ്റ് ഇൻപുട്ട് വർക്ക് പീസ് ലോ ആയിരിക്കും. ഹീറ്റ് ഇൻപുട്ട് നീഡഡ് കറക്റ്റായിട്ടായിരിക്കും അത് പോകുന്നത്. ഇനി ആ ഒരു ഫ്യൂഷൻ വെൽഡഡ് ജോയിൻ്റെ ടിപ്പിക്കൽ റീജിയൻസ് നോക്കാൻ നേരത്ത് ബേസിക്കലി നമ്മൾ നോക്കുമ്പോൾ 3 ഡിസ്റ്റിങ് സോൺസ് ആണ് ഉണ്ടാവുന്നത്. ബേസ് മെറ്റൽ ഉണ്ടാവുന്നുണ്ട്, ഹീറ്റ് എഫക്റ്റഡ് സോൺ ഉണ്ടാവുന്നുണ്ട്, ഫ്യൂഷൻ സോൺ വരുന്നുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഒറിജിനൽ സ്ട്രക്ചറാണ്. ഇതിൻ്റെ നടുക്കാണ് ഫ്യൂഷൻ സോൺ അല്ലെങ്കിൽ വെൽഡ് സോൺ എന്ന് പറയുന്നത്. ആ 2 ബേസ് മെറ്റലും കൂടി ജോയിൻ ചെയ്യുന്ന സോണാണെന്ത് ഫ്യൂഷൻ സോൺ. അതാണ് ബേസിക്കലി അതിൻ്റെ തൊട്ടടുത്തുള്ള റീജിയൻസ് ആണെന്ത് ഏറ്റവും കൂടുതൽ ഹീറ്റ് അഫക്റ്റ് ആവുന്നത്. അപ്പോൾ അതിനെയാണ് നമ്മളെന്ത് ഹീറ്റ് അഫക്റ്റഡ് സോൺ എന്ന് പറയാം. അപ്പോൾ നമ്മൾ ടെമ്പറേച്ചർ നോക്കാൻ നേരത്ത് ഒറിജിനൽ ടെമ്പറേച്ചർ ഓഫ് ബേസ് മെറ്റൽ എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. മേളിലേക്ക് പോകും തോറും എന്താണ് ആ ഒരു ഫ്യൂഷൻ HIZ ഹീറ്റ് അഫക്റ്റഡ് സോണിലാണ് നമുക്ക് എന്ത് ടെമ്പറേച്ചർ ഇൻ വിച്ച് എന്താ ബേസ് മെറ്റൽ മൈക്രോ സ്ട്രക്ചർ എന്താ അഫക്റ്റ് ആവുന്നത്. പിന്നെ കൂടി വരുമ്പോഴാണ് എന്ത് മെൽറ്റിംഗ് പോയിന്റ്, ബേസ് മെറ്റൽ മെൽറ്റ് ആവുന്ന ഒരു പോയിന്റ്. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു പോയിന്റിൽ ഞാനിവിടെ ഒരു റെഡ് ഇങ്ക് എടുത്തിട്ട് കാണിച്ചു തരാം. കറക്റ്റ് ഈ ഡോട്ടഡ് ലൈൻ കൊടുത്തേക്കുന്ന പോയിന്റ് ആണെന്ത് ടെമ്പറേച്ചർ അറ്റ് വിച്ച് ബേസ് മെറ്റൽ എന്ന് പറഞ്ഞ മൈക്രോ സ്ട്രക്ചർ എന്താ അഫക്റ്റ് ആവണം, ഹീറ്റ് അഫക്റ്റഡ് സോൺ. അതിൻ്റെ മേളിൽ ഈ ഒരു പോയിന്റ് എത്തുന്നിടത്താണെന്ത് മെൽറ്റിംഗ് പോയിന്റ് ഓഫ് ബേസ് മെറ്റൽ. ബേസ് മെറ്റൽ മെൽറ്റ് ആയിരിക്കുന്ന റീജിയൻ. അതിൻ്റെ മേളിലാണെന്ത് മോൾട്ടൺ വെറ്റ് മെൽഡ് തന്നെ. അപ്പോൾ ഇങ്ങനെ ഒരു 3 റീജിയൻ ആണെന്ത് ഇതിൻ്റെ അകത്ത് ഉണ്ടാകുന്നത്. ഫ്യൂഷൻ വെൽഡഡ് ജോയിൻസിൽ 3 റീജിയൻസ് ആണ്. ബേസ് മെറ്റൽ ഉണ്ട്, ഹീറ്റ് അഫക്റ്റഡ് സോൺ ഉണ്ട്, ഫ്യൂഷൻ സോൺ. ഇനി അതേപോലെ തന്നെ അതിൻ്റെ മൈക്രോ സ്ട്രക്ചേഴ്സ് കാര്യങ്ങൾ നോക്കുമ്പോൾ ഇവിടെ ഓൾറെഡി ഫ്യൂഷൻ സോൺ, ഹീറ്റ് അഫക്റ്റഡ് സോൺ, പിന്നെ ഇവിടെയൊക്കെ അൺഅഫക്റ്റഡ് ആണ് അല്ലേ, ആ ഹീറ്റൊന്നും അഫക്റ്റ് ചെയ്യുന്നില്ല. ഇനി അതേപോലെ ഇതിൻ്റെ ഗ്രെയിൻ സ്ട്രക്ചർ നോക്കാൻ നേരത്ത് ആ ഒരു ഫ്യൂഷൻ സോണിൽ എന്താ കോളമിനാർ ഗ്രെയിൻസ് ആണ് എന്താ അതിൻ്റെ അകത്ത് വരുന്നത്. പിന്നെ ആ ഒരു ഹീറ്റ് അഫക്റ്റഡ് സോണിൽ എന്താ കൊയേഴ്സ് ഗ്രെയിൻസ് ആണെന്ത് ഹീറ്റ് അഫക്റ്റഡ് സോണിൽ വരുന്നത്. ബേസ് മെറ്റൽ എന്തായിരിക്കും ഫൈനർ ഗ്രെയിൻസ് ഇല്ല, ഒറിജിനൽ കോൾഡ് വർക്ക് ഗ്രെയിൻസ് ആയിരിക്കും എന്ത് അതിൻ്റെ താഴത്തേക്ക് വരുന്നത്. അപ്പോൾ ഈ രീതിയിലായിരിക്കും എന്ത് ഒരു ഫ്യൂഷൻ വെൽഡിങ്ങിൽ എന്താണ് അതിൻ്റെ ടിപ്പിക്കൽ റീജിയൻസ്. അപ്പോൾ അതിൻ്റെ ഹീറ്റിൻ്റെയും കാര്യം അതിൻ്റെ ഗ്രെയിൻസിൻ്റെ കാര്യവും കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. എന്താണ് ഫ്യൂഷൻ വെൽഡിംഗ് എന്ന് പറയുക, അതിൻ്റെ പ്രോസസ്സ് ജസ്റ്റ് ഒന്ന് കാണിക്കുക, പിന്നെ അതിൻ്റെ ടെമ്പറേച്ചർ വെച്ചിട്ടുള്ള കേസും അതേപോലെ അതിൻ്റെ ഗ്രെയിൻ സ്ട്രക്ചറിൻ്റെ കേസും കാണിച്ചിട്ട് എന്താ ഓരോ സോൺസ് എക്സ്പ്ലെയിൻ ചെയ്യാം. 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. മസ്റ്റായിട്ട് ഈ 2 ഫിഗേഴ്സ് വരയ്ക്കുക, അതിൻ്റെ എക്സ്പ്ലനേഷൻസും എന്താണ് കറക്റ്റായിട്ട് കൊടുക്കുക. ഓക്കെ, ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് മൂവ് ഓൺ ചെയ്യാം. ഹൗ ഈസ് വെൽഡിംഗ് പെർഫോംഡ് ഇൻ എ
തെർമിറ്റ് വെൽഡിംഗ് പ്രോസസ്സ്. തെർമിറ്റ് വെൽഡിംഗ് ആണ് ഒരു സ്പെഷ്യൽ വെൽഡിംഗ് ടെക്നിക്കാണ്. തെർമിറ്റ് മിക്സ്ചർ യൂസ് ചെയ്തിട്ടുള്ള വെൽഡിംഗ് ആണ് എന്ത് തെർമിറ്റ് വെൽഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ മെയിൻലി ഈ റെയിൽവേ ലൈൻസൊക്കെ ജോയിൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പ്രോസസ്സാണ് തെർമിറ്റ് വെൽഡിംഗ്. ഇൻ തെർമിറ്റ് വെൽഡിംഗ് ഹീറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ഹൈലി എക്സോതെർമിക് റിയാക്ഷൻ ബിറ്റ്വീൻ മെറ്റൽ ഔട്ട്സൈഡ്. എക്സോതെർമിക് റിയാക്ഷൻ വഴിയാണ് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആൻഡ് എന്താണ് കെമിക്കൽ അഫിനിറ്റി ഓഫ് അലൂമിനിയം ഓഫ് ഓക്സിജൻ ഇൻ ദ ബേസിസ് തെർമിറ്റ് പ്രോസസ്. അതിൻ്റെ ബേസിക്കലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു റിയാക്ഷൻ തെർമിറ്റ് മിക്സ്ചർ യൂസ് ചെയ്തിട്ടാണ് എന്ത് ഈ വെൽഡിംഗ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ അലൂമിനിയം അയേൺ ഓക്സൈഡും കൂടി എന്താ ഒരു കമ്പൈൻഡ് ആയിട്ടുള്ളൊരു സംഭവം അല്ലെങ്കിൽ ഒരു കോമ്പിനേഷൻ ഓഫ് വാട്ട് വി കോൾ രണ്ടും കൂടി ഒരുമിച്ച് കൊണ്ടുവന്നിട്ടുള്ള ഒരു റിയാക്റ്റൻ്റ് ഉണ്ടാക്കിയിട്ടാണ് എന്ത് ഈ ഒരു പ്രൊസീജിയർ ചെയ്യുന്നത്. തെർമിറ്റ് മിക്സ്ചർ ഈസ് എ മിക്സ്ചർ ഓഫ് അലൂമിനിയം ആൻഡ് അയോൺ ഓക്സൈഡ് ഇൻ ദ റേഷ്യോ 1:3 ആണ്. ഇതാണ് അവിടെ നടക്കുന്ന റിയാക്ഷൻ. 8Al + 3 Fe3O4 gives 4Al2O3 + 9 Fe. ഇമ്പോർട്ടൻ്റ് ആണിത്. നമ്മളൊരു ചേമ്പറിൽ ഇട്ടിട്ട് ഈ അലൂമിനിയം അയൺ ഓക്സൈഡും കൂടി ഹീറ്റ് ചെയ്തിട്ട് ഈ ഒരു മിക്സ്ചർ ഉണ്ടാകും. എന്നിട്ട് എന്ത് ചെയ്യും ജോയിൻ ചെയ്യുന്ന പാർട്ടിലേക്ക് അത് ഒഴിച്ചിട്ട് അവിടെ കിടത്തി സോൾഡിഫൈ ചെയ്ത് എടുക്കണതാണ് എന്ത് മെയിൻലി തെർമിറ്റ് വെൽഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാം ഇവിടെ നമ്മൾ എന്ത് ചെയ്യും അലൂമിനിയം അയൺ ഓക്സൈഡും കൂടി ഹീറ്റ് ചെയ്ത് മെൽറ്റ് ചെയ്തിട്ടുള്ള സംഭവം അതിനെ നമ്മൾ എന്ത് ചെയ്യും പോർ ചെയ്യുന്നു. ഈ ഒരു ഇതിൻ്റെ അകത്ത് ഇതിപ്പോൾ ഒരു കാസ്റ്റിംഗ് പോലെ നിങ്ങൾക്ക് കാണാം. ഇവിടെ നിന്ന് പോറിംഗ് ബേസിലേക്ക് വഹിച്ച് ഈ ഒരു കോമ്പൗണ്ട് ഇതിൻ്റെ അകത്തുകൂടി വന്നിട്ട് ഇത് ഫില്ലാവും ഈ ചേമ്പറിൽ ശരിക്കും ഇപ്പോൾ നമുക്ക് ഇങ്ങനെ 2 പീസാണ് ജോയിൻ ചെയ്യണമെങ്കിൽ അതിനെയൊക്കെ കറക്റ്റായിട്ട് ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ മോൾട്ടൻ മെറ്റൽ വന്നിട്ട് എന്ത് ചെയ്യും ഈ ഒരു സംഭവം ഫില്ലാവും. അവിടെ കിടന്ന് സോൾഡിഫൈ ചെയ്തിട്ട് എക്സസ് എന്ത് ചെയ്യും കട്ട് ചെയ്ത് കളയും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും കറക്റ്റ് ആയിട്ടുള്ള ഷേപ്പ് അവിടെ കിട്ടും. അപ്പോൾ പോറിംഗ് ബേസിൽ വരും മോൾട്ടൻ മെറ്റൽ വരും ഇതിൻ്റെ അകത്ത് ഫില്ലാവും എക്സസ് ഈ റൈസറിലേക്ക് വരും. സോ എക്സസ് എന്താ റൈസറിലേക്ക് വരും. ഇത് നോർമൽ കാസ്റ്റിങ്ങിൻ്റെ ഡിസൈൻ തന്നെയാണ്. ഇതിന് നമ്മൾ ഇനീഷ്യലി ഒരു വാക്സ് വെച്ചിട്ടൊക്കെ എനിക്ക് ഹോൾഡ് ചെയ്ത് ചെയ്യണം. ഇതിനെ ഹീറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ വാക്സ് എക്സസ് ഇപ്പോൾ പുറത്തേക്കൊക്കെ റിമൂവ് ചെയ്യാം. അങ്ങനെ നമ്മൾ ഇതിനെ ഓരോ ടെക്നിക്ക് അതിനനുസരിച്ച് മാറും. സിമ്പിളായിട്ട് പറയണമെങ്കിൽ തെർമിറ്റ് മിക്സ്ചർ യൂസ് ചെയ്തിട്ടാണ് എന്ത് ഇവിടെ വെൽഡിംഗ് ഓപ്പറേഷൻ നടക്കുന്നത്. അപ്പോൾ ഈ ഒരു റെപ്രസെൻറ്റേഷനിൽ കാണിച്ചു കഴിഞ്ഞാൽ ഇനീഷ്യലി ഈ ഒരു ക്രൂസിൽ എന്താണ് അലൂമിനിയം അയൺ ഓക്സൈഡ് മെൽറ്റ് ചെയ്ത് അത് ഈ പോറിംഗ് ബേസിൻ വഴി വരുന്നു ഇതിൻ്റെ അകത്ത് ഫില്ല് ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ അകത്ത് വേണമെങ്കിൽ നിങ്ങൾക്കൊരു മൈക്രോസ്കോപ്പ് പോലെ ഇങ്ങനെ കാണിച്ചിട്ട് ആ ഒരു ഇമേജ് 2 വർക്ക് പീസും കൂടി ജോയിൻ ചെയ്യാൻ വേണ്ടിയുള്ള ഇതാണെന്ന് വേണമെങ്കിൽ ഷോ ഓഫ് ചെയ്യാം. ഓക്കെ, അപ്പോൾ റിയാക്ട് ചെയ്ത് ഈ ഒരു ലിക്വിഡ് വെച്ചിട്ടാണ് നമ്മളെന്ത് വെൽഡിങ് ഓപ്പറേഷൻ ചെയ്യണം. പല ടൈപ്പ് ഉണ്ട്, പ്രഷറും നോൺ പ്രഷറും ഉണ്ട്. പ്രഷർ വെൽഡിങ്ങിൻ്റെ കേസിൽ എന്താണ് പാർട്സ് നമ്മൾ എന്ത് ചെയ്യും നല്ല മൗൾഡിൽ എൻക്ലോസ് ചെയ്ത് സ്ട്രോങ് ആയിട്ട് വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് ഹീറ്റഡ് ഇത് വെച്ചായിരിക്കും ചെയ്യണത്. സോ തെർമിറ്റ് വെൽഡിംഗ് എന്ന് പറയുന്ന നേരത്തെ എന്താ 2 ടൈപ്പ് ഉണ്ട്, പ്രഷറും ഉണ്ട് നോൺ പ്രഷറും ഉണ്ട്. പ്രഷർ വെൽഡിങ്ങിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പാർട്സ് ജോയിൻ ചെയ്യേണ്ടതില്ല, വെൽഡ് ചെയ്യേണ്ട പാർട്സ് നമ്മൾ എന്ത് ചെയ്യും ബട്ട് ചെയ്ത് ഒരു മൗൾഡിൽ എൻക്ലോസ് ചെയ്ത് വെക്കും. എന്നിട്ട് എന്ത് പറ്റും നമ്മൾ ഈ ഒരു മിക്സ്ചറിന് ഇതിലേക്ക് പോർ ചെയ്തിട്ട് അവിടെ വെച്ച് നല്ല സ്ട്രോങ്ലി പ്രഷർ ചെയ്ത് അതിനെ സ്ട്രോങ് ചെയ്തിട്ടാണ് എന്ത് പോർ ചെയ്യണം. അവിടെ വെച്ചുള്ള വെൽഡിംഗ് ആണ് എന്ത് പ്രഷർ വെൽഡിംഗ് പ്രോസസ്സ്. വേറാസ് നോൺ പ്രഷർ വെൽഡിങ്ങിൽ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു വാക്സ് വെച്ചിട്ട് അല്ലേ പാർട്സ് ലൈൻഡ് അപ്പ് ചെയ്യും, വാക്സ് പാറ്റേൺസ് ഫോം ചെയ്തിട്ട് സാൻഡ് റാം ചെയ്തിട്ട് സെയിം മോൾട്ടൻ മെറ്റൽ വരുന്നു. മെറ്റൽ എന്ന് ഞാൻ പറയുന്നുള്ളൂ അലൂമിനിയം പ്ലസ് അയൺ ഓക്സൈഡിൻ്റെ മിക്സ്ചർ വന്നിട്ട് പ്രോസസ്സ് നടക്കുന്നു. അപ്പോൾ ഈ 2 ടൈപ്പ് ഞാനിത് ഇലാബറേറ്റ് ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്തതേ ഉള്ളൂ. മെയിൻലി നിങ്ങൾ എന്താണ് തെർമിറ്റ് വെൽഡിംഗ് എന്ന് എഴുതുക, ആ റിയാക്ഷൻ എഴുതുക, അതിൻ്റെ ഒപ്പം തന്നെ എന്താ ആ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫിഗർ പ്രോപ്പറായിട്ടുള്ള ഫിഗർ ഡ്രോ ഓഫ് ചെയ്യുക, കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുക. പിന്നെ 2 രീതിയിൽ ചെയ്യാം, പ്രഷറും നോൺ പ്രഷറും. ഓക്കെ, ഇനി അഡ്വാൻറ്റേജ് എന്ന് പറയുന്ന നേരത്തെ എന്താ വെൽഡിംഗ് ന്യൂ നെക്സിനൊക്കെ വേണ്ടി യൂസ് ചെയ്യാം. ലാർജ് ബ്രോക്കൺ ക്രാങ്ക് ഷാഫ്റ്റ്, റെയിൽ ലൈൻസ്, പിന്നെ ബിൽഡിംഗ് അപ്പ് ഡാമേജ് ഓബസ്റ്റേഴ്സ് ആവട്ടെ, വെൽഡിംഗ് ബ്ലേസ്ഡ് ഫ്രെയിംസ് ആവട്ടെ, റീസ്റ്റോർ ബ്രോക്കൺ ടീത്ത് ഓൺ ഗിയേഴ്സിലൊക്കെ ഒരു തീത്ത് ഒടിഞ്ഞു പോയാലും അത് നമുക്ക് റീസ്റ്റോർ ചെയ്യാനായിട്ട് എന്താ ഈ പ്രോസസ്സ് യൂസ് ചെയ്യാം. ഓക്കെ, ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഡെപ്പോസിഷൻ റേറ്റ് കുറവാണ്, പിന്നെ ലോ മെൽറ്റിംഗ് പോയിൻ്റ് ഉള്ളത് വെൽഡ് ചെയ്യാൻ പറ്റില്ല, കാരണം ഓൾറെഡി നല്ല ഹീറ്റുള്ള അലൂമിനിയം അയൺ ഓക്സൈഡ് മിക്സ്ചറാണ് വരുന്നത്. ഹൈ ലെവൽ ഓഫ് ഫ്യൂംസ് ഉണ്ടാവും, സ്ലാഗ് ഇൻക്ലൂഷൻസ് ഉണ്ടാവും മൊത്തമായിട്ട്, അതൊക്കെ ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. ആപ്ലിക്കേഷൻ സ്റ്റീൽ റോളിംഗ് മില്ല്, നോൺ ഫെറസ് മെറ്റൽസ് ചെയ്യാൻ വേണ്ടി, പിന്നെ പൈപ്പ്, കേബിൾസ്, റെയിൽസ്, ഷാഫ്റ്റ് ഇതിൻ്റെയൊക്കെ വേണ്ടി നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഓട്ടോമൊബൈൽ പാർട്സ് ഇതിനെല്ലാം ഈ പ്രോസസ്സ് യൂസ് ചെയ്യാം. ഓക്കെ, ഒരു 6, 7, 8 മാർക്കിനൊക്കെ അതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജും ആപ്ലിക്കേഷൻ കൂടി എഴുതുന്നത് വളരെ നല്ലതാണ്. ഓക്കെ, സോ ഇത്രയാണ് ആ ഒരു സെക്കൻഡ് മോഡ്യൂൾ വന്നത്. സിമ്പിൾ ചാപ്റ്റർ തന്നെയാണ് ആസ് മോഡ്യൂൾ 1. വെൽഡിംഗ് ആണ്, കറക്റ്റായിട്ട് അതിൻ്റെ കാര്യങ്ങൾ നോക്കുക, മനസ്സിലാക്കുക. ഈ ക്വസ്റ്റ്യൻസൊക്കെ ചോദിച്ചത് ഇമ്പോർട്ടൻ്റ് ഉള്ളതാണ്. തെർമിറ്റ് വെൽഡിംഗ് ആവട്ടെ, അതേപോലെ ഹീറ്റ് അഫക്റ്റഡ് സോൺസ് ഒക്കെ നല്ല ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. അടുത്ത സെഷനിൽ വീണ്ടും കാണാം. സോ താങ്ക് യു ഓൾ.